ഗാന്ധിയെ പറ്റി കമ്മ്യൂണിസ്റ്റുകാർ എത്രയോ കാലം പറഞ്ഞുകൊണ്ടിരുന്നതും ഇപ്പൊ പറയുന്നതും അദ്ദേഹത്തിന് ചരിത്രബോധമല്ല. ഗാന്ധി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചരിത്രമൊക്കെ യുദ്ധത്തിന്റെ ചരിത്രമല്ല, യുദ്ധത്തിന്റെ മാത്രം ചരിത്രം നിങ്ങൾ എന്തിനു എഴുതി വെക്കുന്നു? ഭർത്താവ് മരിച്ചാൽ എന്തിനാണ് ഭാര്യ 4 മാസവും 10 ദിവസവും ഒരു ഇരുട്ടറയിൽ അനുഷ്ഠിക്കുന്നതെന്ന് ഞാനൊരു കിതാബ് ചോദിച്ചു. ദുഃഖാചരണമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് ദുഃഖം വേണ്ടി നബിയെ താങ്കൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? കാരണം അങ്ങനെ ഒരു കഥയിൽ മെഹ്റാജിൽ പോയി അള്ളാഹുവിനെ കണ്ടു. അപ്പൊ അബൂദറിനോട് നബി പറഞ്ഞ മറുപടി, മഹത്തായ പ്രകാശം അതെങ്ങനെ കാണുന്നു? കണ്ടിട്ടില്ല നീ പറഞ്ഞത്. പക്ഷെ മുസ്ലിം കൊടുത്തത് നബി അള്ളാഹുവിനെ കണ്ട വിധം മയ്യത്ത് ചെയ്യാതിരിക്കാൻ വാഴ പറഞ്ഞ കാരണം അലി ഉസ്മാന്റെ കൊലയാളികളോട് സമാധാനം ചോദിച്ചില്ല, അത് നീതി നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞാണ് പിണങ്ങുന്നത്. പിന്നെ 5 കൊല്ലം അവിടെ യുദ്ധം. അലിയെയും മുഅവിയയെയും അംറുബില്ലാസിനെയും ഒരു ദിവസം രാവിലെ കൊന്നുകളയും. അങ്ങനെയാണ് കൂഫയിലെ പള്ളിയിലേക്ക് സുബഹി നിസ്കാരത്തിന് നേരെ വരുമ്പോ അലിയു നബി താലിബിനെ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജം എന്ന് പറയുന്ന തീവ്രവാദി വെട്ടിക്കൊല്ലുന്നത്. ആ വെട്ടിക്കൊല്ലുമ്പോ അദ്ദേഹം പറഞ്ഞ വാക്യം എന്താണെന്നറിയോ? അൽ ഹുക്മു ലില്ലാഹ്, അല്ലാഹുവിനാണ് ഭരണം. യാതൊരു തരത്തിലുള്ള സബ്സന്ധതയും ഇല്ലാത്ത ഒരുത്തന്റെ പേരാ മുഅവിയ. സുഹൃത്തുക്കളെ, ഞാൻ ഒരു മുൻകൂർ ജാമ്യമാക്കുന്നത്, ഞാനൊരു മതവും അനുഷ്ഠിക്കുന്ന ഒരാളല്ല. ഇത് ഒരു മതവിഷയമായിട്ടല്ല ഞാൻ കാണുന്നത്. കർബല ചരിത്രമാണ്. ക്രിസ്തുവർഷം 680 യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കർബല മൈതാനത്തിൽ നടന്ന ഒരു ചെറിയ യുദ്ധത്തെയാണ് കർബല. ആ യുദ്ധത്തില് ഒരു ഭാഗത്ത് ഉള്ളത് അന്നത്തെ അമവി ഖലീഫ യസീദ്, പ്രത്യേകിച്ച് ദമാസ്കസിൽ അദ്ദേഹത്തിന്റെ ഗവർണറായിരുന്ന ഇബ്നു സിയാദ്, മറുവശത്ത് മുഹമ്മദ് നബിയുടെ പുത്രി ഫാത്തിമയുടെ 2ാമത്തെ മകൻ ഹുസൈൻ. അദ്ദേഹത്തിന്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് 72 പേരാണ് എന്നാണ് ചരിത്രം. പ്രധാനമായും അവർ ചെയ്തത് ഈ സൈന്യബലം ഉപയോഗിച്ച് ഇവർക്ക് വെള്ളം നിഷേധിക്കുക, അങ്ങനെ ഉപരോധിക്കുകയാണ് ചെയ്തത്. അതിന്റെ അവസാനത്തിലാണ് ഇമാം ഹുസൈൻ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ തല മുറിച്ചെടുത്ത് കുന്തത്തിന്മേൽ കുത്തി നാട്ടി ജനങ്ങൾക്ക് ഒരു താക്കീത് കൊടുത്തു. അതായത് ഭരണാധികാരിയെ ചോദ്യം ചെയ്യുന്ന ആർക്കും ഉള്ള പാഠം ഇതാണ്, അത് പ്രവാചകന്റെ മകളുടെ മകനാണെങ്കിലും എന്നാണ് അതിന്റെ അർത്ഥം. ഇതിലിപ്പുള്ള പ്രശ്നം ഗാന്ധിക്ക് എന്താ അതിൽ കാര്യമില്ല. ഇതൊരു ആഭ്യന്തര യുദ്ധമാണ്, മുസ്ലിങ്ങളുടെ ഇടയിലുള്ള കലഹമാണ്, അതിന്റെ ചരിത്രമാണ്. അപ്പൊ ഈ കലഹത്തിൽ, പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ കാര്യത്തില് ഗാന്ധിയെ പറ്റി കമ്മ്യൂണിസ്റ്റുകാർ എത്രയോ കാലം പറഞ്ഞുകൊണ്ടിരുന്നതും ഇപ്പൊ പറയുന്നതും അദ്ദേഹത്തിന് ചരിത്രബോധമല്ല. ഗാന്ധി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചരിത്രമൊക്കെ യുദ്ധത്തിന്റെ ചരിത്രമല്ല, യുദ്ധത്തിന്റെ മാത്രം ചരിത്രം നിങ്ങൾ എന്തിനു എഴുതി വെക്കുന്നു? മനുഷ്യന് സഹജമായിട്ടുള്ളത് ഹിംസാവാസനയല്ല, അഹിംസാവാസനയാണ്. നിങ്ങളുടെ മുഴുവൻ ചരിത്രകൃതികളും യുദ്ധത്തിന്റെ ചരിത്രം. അലക്സാണ്ടറെ ചരിത്രം എപ്പോഴും മഹാൻ എന്ന് വിളിക്കും, അലക്സാണ്ടർ ദി ഗ്രേറ്റ്. എന്താ കാര്യം? അദ്ദേഹം ഒരു യുദ്ധവും തോറ്റില്ല, 20ാമത്തെ വയസ്സിൽ രാജാവായി, പിന്നെ ലോകം ജയിക്കാൻ വേണ്ടി പോയി 33ാമത്തെ വയസ്സിൽ മരിച്ചും പോയി. ഈ 13 കൊല്ലത്തിനിടയ്ക്ക് കേട്ടറിഞ്ഞ എല്ലാ നാടുകളും അദ്ദേഹം കീഴടക്കി. അങ്ങനെ ഒരു കഥ എഴുതി, ഇനി കീഴടക്കാൻ ലോകമില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു. കഥയെ ഗാന്ധി യുദ്ധത്തിനെതിരാണ്.
അദ്ദേഹം ഹുസൈനെ പറ്റി പരാമർശിക്കേണ്ടി വരുന്നത് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ സാഹചര്യത്തിലാണ്. എവിടെയാണ് ഗാന്ധി ഇങ്ങനെ ഇവിടെ കേട്ടമാതിരി ഹുസൈനെ പറ്റി പ്രസംഗിക്കുകയും ലേഖനം എഴുതുകയും ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ എന്റെ പരിമിതമായ അറിവിൽപ്പെട്ടത് 6 പരാമർശങ്ങളാണ്. അതിൽ 5 എണ്ണവും കത്തിൽ എഴുതിയത്. കമ്മ്യൂണിസ്റ്റ് ഫോഴ്സ് ഓഫ് മഹാത്മാഗാന്ധി എന്നുള്ള പ്രസിദ്ധമായ പുസ്തകം, അദ്ദേഹത്തിന്റെ എഴുത്തെല്ലാം കൂടി 100 വോളിയം ഉണ്ട്. അത് 1,00,000 പേജാണ്. ഗാന്ധി അദ്ദേഹത്തിന്റെ സെക്രട്ടറി, അദ്ദേഹം അവസാന കാലത്ത് മദ്രാസിൽ ചെന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് പറഞ്ഞു, സാധാരണഗതിയിൽ ഗാന്ധി 100 കത്തെങ്കിലും എഴുതുന്ന ഒരു ദിവസം. കാരണം രാത്രി 9:30 മണിക്ക് ഗാന്ധി കിടക്കുന്നു, കൃത്യം 3:30 മണിക്ക് എഴുന്നേൽക്കുന്നു. ഉണർന്നിരിക്കുന്ന സമയത്തൊന്നും അദ്ദേഹത്തിന് വിശ്രമം എന്നൊരു സംഗതി ഇല്ല. നിരന്തരം യാത്ര ചെയ്യാം, സമരം, ആഹ്വാനം, മറുപടി, കത്ത്, ലേഖനമെഴുതി, പത്രം നടത്തൽ. ഇതിന് വളരെ പ്രധാന കത്തുകളാണ്. കാരണം 6 കത്തയച്ചാൽ അദ്ദേഹം മറുപടി അയക്കും. നമ്മുടെ നാട്ടില് കത്തിന് മറുപടി അയക്കുന്നതിന് വലിയ ചിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ ഗാന്ധിയിൽ നിന്ന് പഠിച്ചവർ. എൻ വി കൃഷ്ണമായിരുന്നു, കുട്ടീഷമാരായിരുന്നു, സുമാർ അഴിക്കോട് മാഷ്, എല്ലാവരും കത്ത് കിട്ടി അന്ന് മറുപടി അയക്കും. യാതൊരു മാറ്റം. ഗാന്ധിയുടെ പല കത്തുകളും ഒപ്പ് മാത്രമാണ്. ചിലർ ചോദിക്കും ഗാന്ധിയോട് ഒപ്പ് അയച്ചാൽ. അപ്പൊ ഒപ്പ് അയച്ചാൽ ഗാന്ധി വെറുതെ അയച്ചു കൊടുക്കില്ല, അതിന് പൈസ ഉണ്ട്. ഒരു ഒപ്പിന് 5 റുപ്യാണ്. അത് ഹരിജൻ ഫണ്ടിലേക്കുള്ളതാണ്. അങ്ങനെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഫോഴ്സ് ഓഫ് മഹാത്മാഗാന്ധി എന്നുള്ള പുസ്തകത്തിൽ ഹുസൈനെ പറ്റി പറയുന്നു. എന്താ പറഞ്ഞത്? സാധാരണ അപ്പോ നെറ്റിലൊക്കെ പല വ്യാജ ഹദീസ് എന്ന് പറഞ്ഞ മാതിരി വ്യാജ ഗാന്ധി വചനങ്ങളുണ്ട്. അതിലിപ്പോ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടത്, ഹുസൈന്റെ കൂടെ ഉണ്ടായിരുന്ന 72 പടയാളികളുടെ പോലെ ഒരു പടം ഉണ്ടായിരുന്നെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ഞാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുമായിരുന്നു എന്ന് ഗാന്ധി പറഞ്ഞു. ഗാന്ധി ഇങ്ങനെ പറയൂല്ല, ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല. സംഗതിയില്ല. നിങ്ങൾക്ക് കേട്ട ബേജാറാവോ എനിക്ക് അറിയില്ല. മുഹമ്മദ് നബിയെ പറ്റി പറയുന്ന മിക്ക കാര്യങ്ങളും അദ്ദേഹം ആലോചിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഇതിന്റെ. ഇപ്പോ ഞാൻ ചെറിയൊരു ഉദാഹരണം ചോദിക്കാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ലോകത്തിലെ സ്വർഗത്തിലെ വല്ല പഴം ഭൂമിയിലുണ്ടെങ്കിൽ അത്തിപ്പഴമാണ് കാലറസൂലുള്ളാഹി. അത്തിപ്പഴ കച്ചവടക്കാരൻ ഉണ്ടാക്കിയ ഹദീസാണ് ഉറപ്പല്ലേ. സ്വർഗത്തിലെ ആപ്പിൾ ഉണ്ടെങ്കിൽ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് ദൈവത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ട്. അല്ലല്ലോ. ഇങ്ങനെ ഇത് മുഴുവൻ ഈ ചരിത്രം പഠിക്കുമ്പോൾ ഞാൻ 5ാം ക്ലാസ് നീച്ച് ഒരിക്കൽ തല്ലുകൊണ്ട് എന്തിനാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പം താരീഖ് ചരിത്രം പഠിക്കും. അപ്പൊ അതിൽ പറഞ്ഞത്, അബൂ താലിബ് നരകത്തിലാണ്. അപ്പൊ എനിക്കിത് മനസ്സിലായില്ല, അബൂ താലിബ് എന്ന നരകത്തിൽ. കാരണം എന്തെങ്കിലും ഒരു അന്യായം പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ, മഹാസാധുവായിട്ടൊരാള്, മുഹമ്മദ് നബിയുടെ വാപ്പയുടെ അനിയൻ, മുഹമ്മദ് നബിക്ക് വലിയ ആപത്തൊക്കെ വന്നപ്പോ അഭയം കൊടുത്ത ആള്, അദ്ദേഹം നരകത്തിലാണ്. അപ്പൊ ഞാൻ എന്താ നരകത്തിൽ പോകുന്നത്? അത് വിശ്വസിച്ചില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി, നിങ്ങൾ നന്മ ചെയ്തോ തിന്മ ചെയ്തോ എന്നുള്ള കാര്യമല്ല, നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള കാര്യം. അന്നെനിക്കത് മനസ്സിലായി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മുതിർന്നപ്പോ ഞാൻ കിതാബ് പോകുന്ന സമയത്താണ് ഞാൻ കുറച്ചേ ഒതുങ്ങി, ഒരുപാട് ഒതുങ്ങി തെറ്റിദ്ധരിക്കുന്നതിനെ പറ്റി. അവിടെ എനിക്ക് മനസ്സിലായത്, ഇത് അലിയുടെ വാപ്പ അപ്പൊ നരകത്തിലാണ്. ആരുണ്ടാക്കുന്ന ചരിത്രമാണ്, മുആവിയ ഉണ്ടാക്കുന്ന ചരിത്രമാണ്. കാരണം മുആവിയുടെ വാപ്പ സ്വർഗത്തിലാണ്. ആരാ? അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ ആരാണ്? ബദറിന്റെ കാലത്ത്, ഉഹുദിന്റെ കാലത്ത്, എല്ലാ കാലത്തും മുശ്രിക്കായിട്ടിരുന്ന ആള്. മക്കം ഫത്ഹിന്റെ കാലത്ത് കോൺഗ്രസ് ആയി ചേർന്ന് ഇന്ദിരാഗാന്ധി തിരിച്ചൊന്നും എല്ലാവരും കോൺഗ്രസ് ആയി. അതേമാതിരി കോൺഗ്രസ് ആയി പാർട്ടി. അവിടുത്തെ മുസ്ലിങ്ങൾ 2-3 വിഭാഗമായിരുന്നു. ഒന്ന് ഹിജറ പോയി മുഹാജിറുകൾ, 2 അവരെ സഹായിച്ച അൻസാറുകൾ. ഇതെല്ലാം കഴിഞ്ഞ് നബി അവസാനം വന്നിട്ട് മക്ക കീഴടക്കുക, മക്ക ഫത്ഹ് എന്ന് പറയും, മക്ക വിജയം. അത് കഴിഞ്ഞ് കുറെ ആൾ പോകും.
അപ്പൊ അന്ന് നബി വിളിച്ചോടെ പറഞ്ഞൊരു കാര്യം, കഅബയിലോ അബൂ സുഫിയാന്റെ വീട്ടിലോ പ്രവേശിച്ചവർക്ക് അഭയം. അതൊരു രാഷ്ട്രീയ തന്ത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അബൂ സുഫിയാൻ പിന്നെ വിശ്വസിക്കില്ല, നോക്കിയില്ല. അങ്ങനെ അബൂ സുഫിയാന്റെ മകനാ മുഅവിയ. ആ മുഅവിയയുടെ മകനാണ് യസീദ്. കേട്ടോ, ഓർത്തിരിക്കും. ചരിത്രം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ചരിത്രത്തിലെ എല്ലാ കാര്യവും ഇപ്പോ ഭക്തിയും യുക്തിയും ഒന്നിച്ചു പോകാൻ കുറച്ച് പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. ഞാൻ വേറെ ഉദാഹരണം പറയാം. ഭർത്താവ് മരിച്ചാൽ എന്തിനാണ് ഭാര്യ 4 മാസവും 10 ദിവസവും ഒരു ഇരുട്ടറയിൽ അനുഷ്ഠിക്കുന്നതെന്ന് ഞാനൊരു കിതാബ് മുസ്ലിം ചോദിച്ചു. ദുഃഖാകരമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് ദുഃഖം വേണ്ടി ഒരു ന്യായം ഈ എന്താ ഒരു പുറത്തരം പറഞ്ഞു? നമ്മുടെ ഇവനെന്താ ഇത് ഓക്ക് ഗർഭമുണ്ടല്ലോ അറിയാം. ഞാൻ പറഞ്ഞ അന്ന് അത് പറഞ്ഞു. അല്ലാതെ ശരിയാണ്, കാരണം നബിയുടെ കാലത്ത് ഗർഭമുണ്ട് പറഞ്ഞു. പക്ഷെ ഇപ്പോ ആ സ്ത്രീയുടെ മൂത്രം കിട്ടിയ 2 മിനിറ്റ് കൊണ്ട് പറയാൻ ഗർഭമുണ്ടോ അല്ലേ? അത്ര ലളിതമാണത്. ഇതാണ് ഈ മതങ്ങളുടെ ആചാരങ്ങളുടെ പ്രശ്നം തുറന്ന സാധ്യതയാണ്. ഞാൻ ചോദിക്കാം, മെനോപോസ് ആർത്തവരാമം കഴിഞ്ഞ സ്ത്രീ എന്തിനാ ഇരിക്കുന്നത്? ഗർഭപാത്രം എടുത്തോളൂ. ഇപ്പൊ എന്റെ ഭാര്യയുടെ ഗർഭപാത്രം എടുത്തോളൂ. ഞാൻ അവള് ഒരു കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ മരിച്ച അവള് ഇത് അവൾക്ക് ഗർഭപാത്രമില്ല, മച്ചിയാണ്, വന്ധ്യയാണ് എന്ന് തെളിയിക്കപ്പെട്ട സ്ത്രീ എന്തിനാണ് ഇരിക്കുന്നത്? ഇതൊക്കെ ആരോട് ചോദിക്കും? കാരണം യുക്തിപൂർവമുള്ള ഏത് ചോദ്യം ഈ ആചാരമാണ് പ്രധാനം. അതിനകത്തെ കാപ്പലപ്പോ അന്ന് നബിയുടെ കാലത്ത് ഇങ്ങനെ പറഞ്ഞ ഒരു തെറ്റുകൊണ്ട് ഞാൻ വിചാരിക്കില്ല, ശരിയായിരിക്കും. കാരണം ചാരിത്രനോട് എന്താ വല്ലോന്റെ മകനെ നിങ്ങൾ പോറ്റേണ്ട അവസ്ഥ ഉണ്ടാവുന്നതാണ് സാമ്പത്തിക ശാസ്ത്രമാണ്. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, തെറ്റൊന്നും എനിക്ക് കാണുമ്പോൾ മോൻ പോറ്റാൻ കഴിയില്ല. ഇന്നിപ്പോ അതിനൊരു പ്രശ്നമില്ല. കാരണം നമ്മള് ഇപ്പൊ എന്റെ കസിൻസ് ഒക്കെ മരിച്ചാൽ എനിക്ക് വലിയ സങ്കടം തോന്നും. എനിക്ക് വളരെ പ്രിയപ്പെട്ട ആൾ മരിക്കും, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഞാൻ അവിടുന്ന് അവരെ വിളിച്ചു, അവരോടൊക്കെ പറഞ്ഞു. ഇന്ന് നോക്കുമ്പോ അവിടെ ഇദ്ദേഹമാണ്, അവിടെ എന്റെ ശബ്ദം ഒക്കെ കേൾക്കാൻ പറ്റും. ഒരു സഹപാഠി, ഒരു സുഹൃത്ത്, ഒരു അയൽക്കാരൻ, ഒരു സഹപ്രവർത്തകൻ എന്നൊരു നല്ല വാക്ക്, ഒരു ആശ്വാസ വാക്ക് പറഞ്ഞത് കേൾക്കാൻ ഈ സ്ത്രീയെ അനുവദിക്കാതെ ഇരുട്ടറിൽ അടച്ചിരിക്കാൻ. ഇതാണ് ഇത് മൊത്തം സമ്പ്രദായം ഇങ്ങനെയാണ് എപ്പോഴും. അപ്പോ ഗാന്ധിയിലേക്ക് വന്നാൽ നമ്മള് ഗാന്ധി എന്തിനാണ് ചോദിക്കുന്നത്? ഗാന്ധി ഒരിക്കലും ഇങ്ങനെ ഒരു സൈന്യത്തെ കിട്ടിയാൽ ഞാൻ ഇന്ത്യക്ക് സ്വന്തം നേടിത്തരാം എന്ന് ഗാന്ധി പറയേണ്ട ആവശ്യമില്ല, ആലോചിച്ചാൽ അറിയാം. കാരണം സൈന്യം എന്താണെന്ന് അറിയാൻ ആളല്ല ഗാന്ധി. സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം സുലു കലാപ കാലത്തൊക്കെ സൈന്യത്തിന്റെ കൂടി നഴ്സായിട്ട് ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം പറഞ്ഞത്, അത് എഴുതിയത് ഹുസൈൻ ഒരു മാതൃകയുണ്ട്. എന്താ മാതൃക? അതായത് തോൽക്കും എന്നുറപ്പുള്ളപ്പോൾ തന്റെ ജീവനോ സ്വത്തോ കുടുംബമോ അല്ല പ്രധാനം, തന്റെ ചില നിലപാടുകളാണ് എന്ന് ഉറപ്പിച്ച് ഏത് സാഹചര്യത്തിലും നിൽക്കുന്ന ധാർമ്മിക ബലത്തെ പറ്റിയാണ് ഗാന്ധി സംസാരിക്കുന്നത്. നിങ്ങൾ മരിച്ചു പോകും എന്നുള്ള ഗാന്ധിക്ക് ഒരു വിഷയമായി. ഞാൻ വേറെ ഉദാഹരണം പറയാം. ബുദ്ധൻ ഗാന്ധിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അംബേദ്കർക്കും ഏറ്റവും ബഹുമാനമുള്ള ആള് ബുദ്ധനാണ്. അംബേദ്കറും ഗാന്ധിയായിട്ടാകാനുള്ള വ്യത്യാസം വളരെ ലളിതമാണ്. ബുദ്ധൻ ഹിന്ദുമത പാരമ്പര്യത്തിൽ ഒരു പരിഷ്കർത്താവാണ് എന്ന് ഗാന്ധി പറയും. അദ്ദേഹം പുതിയൊരു മതം, ജാതി വിരുദ്ധമായ ഒരു മതം സ്ഥാപിച്ച മതസ്ഥാപകനാണ് എന്ന് അംബേദ്കർ പറയും. അത്രയുള്ള വ്യത്യാസം. അംബേദ്കർ ബുദ്ധമതത്തിൽ ചേരും 56-ലാണത്. ഗാന്ധി ജീവിച്ചിട്ടില്ല. ഗാന്ധി മരിച്ച 8 കൊല്ലം കഴിഞ്ഞ അംബേദ്കർ ബുദ്ധമതത്തിൽ ചേരുന്നു. ബുദ്ധൻ ഹിംസക്കെതിരാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ച മഹാവീരനും ഹിംസക്കെതിരാണ്. 500 കൊല്ലം ജീവിച്ച ക്രിസ്തു ഹിംസക്കെതിരാണ്. ബുദ്ധൻ ഒരു യാഗശാലയിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ
യാഗത്തിന് വേണ്ടി ഈ സാധു മൃഗത്തെ ബലി കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ബ്രാഹ്മണ പുരോഹിതന്മാർ തർക്കം എന്റെ ന്യായമൊക്കെ അവർ പറയും. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ശരി നിങ്ങൾക്ക് ഈ പുണ്യമൊക്കെ കിട്ടും, ഈ മൃഗത്തിന് ഇതുകൊണ്ട് എന്താ കാര്യം ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ യാഗം നടത്തി. അപ്പൊ ആ പുരോഹിതൻ പറഞ്ഞു, ആ മൃഗം സ്വർഗത്തിൽ പോകും. അപ്പൊ ബുദ്ധൻ ചോദിച്ചു, എന്നാ പിന്നെ അങ്ങക്ക് അങ്ങയുടെ മകനെ ബലി കൊടുത്തൂടെ, സ്വർഗത്തിൽ പോകും. അത് കഴിഞ്ഞ് ബുദ്ധൻ നമ്മൾ പ്രതീക്ഷിക്കാൻ വയ്യാത്ത മാതിരി ആ മൃഗത്തെ കെട്ടഴിച്ചു കൊടുത്തു. എല്ലാവരും സ്തബ്ധരായി. മഹാരാജാവുണ്ട്, മഹാപുരോഹിതൻ, എല്ലാവരും ഉണ്ട്. അപ്പൊ അവരാകെ ക്ഷോഭിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ബലി കൊടുക്കാൻ ഒരു മൃഗം വേണം, അങ്ങ് ചെയ്തത് ശരിയല്ല. ബുദ്ധൻ ചെയ്തത് കൈ ഇങ്ങനെ കെട്ടിയിട്ട് തലതാഴ്ത്തി നിൽക്കുക, മൃഗം വേണം വെട്ടിക്കോടി. ഒരു കാര്യം തിരുത്താൻ ആരുടെയെങ്കിലും തല പോകണം എങ്കിൽ അത് എന്റെ തലയാണ് എന്ന് തീരുമാനിക്കുന്നതിനാണ് അഹിംസ എന്ന് പറയുന്നത്. ഇതാണ് ഗാന്ധി ഹുസൈൻ കണ്ടത്. കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും കേട്ടോ, ചരിത്രം എന്ന് പറയുന്നത് ഹിസ്റ്റോറിയന്മാർ, ചരിത്രകാരന്മാർ പറയും ചരിത്രം എഴുതാൻ സാധിക്കില്ല, അതിന്റെ വ്യാഖ്യാനം മാത്രം എഴുതാൻ സാധിക്കും. നിങ്ങൾ എങ്ങനെയത് കാണുന്നത്? കർബല യുദ്ധത്തെ പറ്റി പഠിച്ചപ്പോൾ ഞാൻ ചോദിച്ച ഉസ്താദ് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റല്ലേ, അങ്ങനെ പറയാൻ പാടില്ല, ഇത് ചർച്ച ചെയ്യാൻ പാടില്ല. ഏത് ഭാഗമാണ് ശരി? സിഫീൻ യുദ്ധത്തിൽ ഏത് ഭാഗമാണ്? സിഫീൻ എന്ന് പറഞ്ഞത് അലിയുടെ സൈന്യവും മുആവിയയുടെ സൈന്യവും തമ്മിൽ നടന്ന യുദ്ധം. ഇവർ തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നം വളരെ ലളിതമാണ്. അലി നാലാമത്, ഒരുപാട് ചരിത്രം പറയേണ്ടത്, അലി നാലാമത്തെ ഖലീഫയാണ് ആവുന്നത്. ഷിയാക്കൾ പറഞ്ഞ അനുസരിച്ച് അദ്ദേഹം ഒന്നാമത്തെ ഖലീഫയാകണം. കാരണം സുന്നി പാരമ്പര്യത്തിൽ മുഹമ്മദ് നബി ഒരു പിൻഗാമിയെ നിയമിച്ചിട്ടില്ല. വലിയ തമാശ. ഞാൻ ജമാഅത്ത് ഇസ്ലാമികളോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, മതത്തിൽ ഈ ഭരണമാണ് പ്രശ്നമെങ്കിൽ ഖുർആനിലോ ഹദീസിലോ ഭരണാധികാരി എങ്ങനെ നിയമിക്കാമെന്നില്ല, എങ്ങനെ ഒഴിവാക്കണമെന്നില്ല, അത് മാത്രം വിട്ടു. എന്ത് കഷ്ടം. ഞാൻ ഹദീസ് പഠിച്ചിട്ടുണ്ട്, ഇടത്തോട്ട് ചരിഞ്ഞിരുന്നാണ് മൂത്രമൊഴിക്കേണ്ടത്, നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല, വലത്തോട്ട് ചരിഞ്ഞാണ് കിടത്തുറങ്ങേണ്ടത്. ഞാൻ അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. കാരണം സുന്നത്തിൽ നമ്മൾ ഇവിടുത്തെ കളയുന്നില്ല, വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ബുദ്ധിമുട്ട്. ഇത്ര ചെറിയ കാര്യങ്ങൾ വരപ്പോ നബി കുളിക്കുമ്പോ എങ്ങനെയാണ്? വലത്തെ ഭാഗത്ത് ആദ്യം വെള്ളം ഒഴിക്കും. ഞാൻ അങ്ങനെ കുളിച്ചിട്ടുണ്ട്, വലത്തെ ഭാഗത്ത് സുന്നത്തിൽ വെള്ളം കളയേണ്ടത് ഊരിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഇന്ന മാതിരിയാണ് ഒരു ഭരണാധികാരിയെ നിയമിക്കുക, ഇന്ന മാതിരിയാണ് ഒരു ഭരണാധികാരിയെ തിരിച്ചുവിടുക, അത് പറഞ്ഞിട്ടില്ല. അതിന്റെ തെളിവ് ഞാൻ പറയാം. നബി മരിച്ചു, നബി മരിച്ച 1932 മരിച്ച തിങ്കളാഴ്ച. അദ്ദേഹത്തിന്റെ മൃതദേഹം കബറടയ്ക്കുന്നത് ബുധനാഴ്ച. അമ്പരപ്പിക്കുന്ന കാര്യമാണ്. അന്നും ഇന്നും ഹദീസിലുള്ളത് കഴിയുന്ന വേഗം നിങ്ങൾ മയ്യത്ത് മറവുകയാണ്. 3-ാം ദിവസം നബിയുടെ മയ്യത്ത് മറവി. എന്താ കാരണം? തർക്കം തീർന്നില്ല, ആരാണ് ഭരണാധികാരി, ആരാണ് ആവണ്ടേ. അപ്പൊ അവിടെ തർക്കം വന്നത് മുഹാജിർ വേണോ അൻസാർ വേണോ? മുഹാജിർ എന്നാണ് ഇവിടെ ഹിജറ പോയ കൂട്ടര്, മക്കയിൽ നിന്ന് മദീനയിൽ എത്തിയ കൂട്ടര്, അവരാണ് ഈ ഖുറൈശികൾ. പിന്നെ അൻസാറുകൾ, അവിടെ 2 ഗോത്രമുണ്ട്. ഒരു ഗോത്രത്തിന്റെ പേര് ഔസ് എന്ന്, മറ്റൊരു ഹസറജ്. 2 തലവന്മാരുടെ പേര് സഅദ്. അവരൊക്കെ കൂടി. അപ്പൊ അവരാദ്യം പറഞ്ഞു ഞങ്ങൾക്കാണ് ഭരണം കിട്ടേണ്ടത്, അല്ല പിന്നെ മുഹാജിർ വേണം, പിന്നെ ഖുറൈശി വേണം. അവസാനം എല്ലാവരും കൂടി തീരുമാനിച്ചു. എല്ലാവരും എന്ന് പറഞ്ഞാല് ആ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും കിട്ടും, അവിടുത്തെ സാധാരണക്കാരുടെ അടിമകളൊന്നുമില്ല, അവിടുത്തെ ഗോത്രത്തലവന്മാരും പ്രമാണിമാരും മാത്രമേ ഉള്ളൂ. അവര് അബൂബക്കർ സിദ്ദീഖിനെ നിയമിച്ചു. അദ്ദേഹം ഖലീഫയായി 2 കൊല്ലം നാട് ഭരിച്ചു. 2-ാം കൊല്ലം ഭാഗ്യവശാൽ അദ്ദേഹം സാധാരണ മരണമായിരുന്നു. മരണശൈലി വെച്ച് അദ്ദേഹം പറഞ്ഞു, എന്റെ പിറ്റേന്ന് ഉമർ ഇബ്നു ഖത്താബ് ഖലീഫ ആവട്ടെ. അദ്ദേഹം ഖലീഫയായി. ഉമർ ഇബ്നു ഖത്താബിനെ കുത്തിക്കൊല്ലുകയാണ്. ആരാണ് കുത്തുന്നത്? ലുഹ്ലു എന്ന് പറയാനൊരു അടിമ. അത് നിസ്കരിക്കുമ്പോ ഒരാളൊക്കെ പറഞ്ഞു വന്ന് കുത്തിയത്. ഇതിന് 2 വ്യാഖ്യാനം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ അടിമയ്ക്കെതിരായിട്ട് ഒരു വിധി കൊടുത്തു ഉമർ ഖത്താബ്,
അതിന്റെ ദേഷ്യം കൊണ്ടാണ് വേറെ ഒന്ന് കേട്ടത്. അതിൽ ചില മുസ്ലിം പ്രമാണിമാര് തന്നെ ഒരു കൊട്ടേഷൻ കൊടുത്തതാണ്. കാരണം അവർക്ക് ഒന്നാം ഖലീഫ കൊടുത്ത ചില ആനുകൂല്യങ്ങൾ രണ്ടാം ഖലീഫ എടുത്തു. അദ്ദേഹം മരണാസന്നായി കിടന്നപ്പോൾ ചോദിച്ചു, ആരാണ് ഖലീഫ ആവുന്നത്? അപ്പൊ അദ്ദേഹം 6 ആളുടെ പേര് പറഞ്ഞു. അതിൽ ഒരാളുടെ പേര് അബ്ദുറഹ്മാൻ ബിൻ ഔഫാണ്, വേറൊരാളുടെ പേര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നാണ്, വേറൊരാളുടെ പേര് അലി ബിൻ അബീ താലിബ്. ഈ 6 ആൾ കൂടി ഇരുന്ന് ഐകകണ്ഠ്യേന അവരുടെ കൂട്ടത്തിൽ ഒരാളെ തെരഞ്ഞെടുത്താൽ ഖലീഫ ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന ആളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അപ്പൊ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉമർ ഭരിക്കുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണത്തെ പറ്റി പല തർക്കങ്ങളുമാണ്. ഇതൊക്കെ ഞാൻ സാധാരണ സുന്നി മദ്രസയിൽ പഠിച്ചാണ്, ഒന്ന് ഷിയാക്കൾ പഠിപ്പിച്ചോന്ന്. ഞാൻ പഠിച്ച സംസ്ഥയുടെ 5ാം ക്ലാസ്സിലെ പരീക്ഷയിൽ അതിന്റെ മദ്രസയിലൊക്കെ പഠിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണത്തെ പറ്റി പല അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായതായാലും ഒരു പേര് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പേര് അബൂദർ. അങ്ങനെ ആരും പറയാൻ പറ്റില്ല. അബൂദർ റിഫായി ആരാണ്? അവിടുത്തെ ഏറ്റവും വലിയ പ്രഭാഷകൻ, മഹാദരിദ്രനാണ്, സത്യം മാത്രം പറഞ്ഞു നിർത്തുന്നു. ഞാൻ എപ്പോഴും ഓർക്കുക, വേറെ ക്രിസ്തുവിന്റെ കാലത്തൊരുത്തനുണ്ട്, അവന്റെ പേര് സ്നാപക യോഹന്നാനാണ്, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ജോണും അബൂദറുമായിട്ട് ഭയങ്കര സാമ്യം. ഒരാളെ പേടിക്കാത്ത കൂസാത്തൊരുത്തനാണ് അബൂദർ റിഫായി. അപ്പോ അബൂദർ അന്ന് ദിൽഷിക്കിൽ ഡമാസ്കസിലെ ഗവർണറാണ് ആവിയ. അപ്പൊ മഴവി അവിടെ വളരെ വലിയൊരു കൊട്ടാര, പേര് ഗ്രീൻ പാലസ് ആണ് ഇംഗ്ലീഷ് ഞാൻ വായിച്ചത്. വളരെ വലിയ ആർഭാടത്തോടുള്ള ഒരു കൊട്ടാരം. അബൂദർ എന്ന് പറയും മഴവിയ. ഇത് ബൈത്തുൽ-മാൽ, അതായത് പൊതുമുതലാണെങ്കിൽ അഴിമതിയാണ്, നിന്റെ സ്വന്തം പൈസയാണെങ്കിൽ ഇത് ആർഭാടമാണ്, രണ്ടും അനിസ്ലാമികമാണ്. അങ്ങനെ മഴവിയെയും ഉസ്മാൻ ബിൻ അഫ്ഫാനൊക്കെ വിമർശിക്കും. അബൂദർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോ ഉസ്മാൻ പുറപ്പെടുവിച്ചൊരു വിളംബരം, അദ്ദേഹത്തെ യാത്രയാക്കാൻ ആരും പോകാൻ പാടില്ല. യാത്രയാക്കാൻ പോയി, അലി ബിൻ അബീ താലിബ് പോയി. അബൂദറിനെ പറ്റി നബി പറഞ്ഞൊരു വാക്യം, ആകാശത്തിന്റെ മേലാപ്പിന് കീഴെയും ഭൂമിയുടെ വിരിപ്പിന് മേലെയും അബൂദറിനോടും സത്യസന്ധനായി ആരുമില്ല. എന്ത് പറയാനുണ്ട്, എന്ത് ചോദിക്കാനുണ്ട്, അത് നേരെ ചെന്ന് ഏത് പ്രമാണിയോടും, ഏത് പണക്കാരനോടും, ഏത് ഗവർണറോടും, ഏത് നബിയോടും ചോദിക്കും. മുസ്ലിം റിപ്പോർട്ട് ഞാൻ അറിയിക്കാറുണ്ട്. ഒരു ഹദീസ് അബൂദർ ചോദിച്ചു, നബിയെ താങ്കൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? കാരണം അങ്ങനെ ഒരു കഥയുണ്ട്, മിഅ്റാജിന് പോയി അള്ളാഹുവിനെ കണ്ടു. അപ്പൊ അബൂദറിനോട് നബി പറഞ്ഞ മറുപടി, മഹത്തായ പ്രകാശം അതെങ്ങനെ കാണുന്ന? കണ്ടിട്ടില്ല നീ പറഞ്ഞത്, പക്ഷെ മുസ്ലിം കൊടുത്തേക്കുന്നത് നബി അള്ളാഹുവിനെ കണ്ട വിധം. നബി പറഞ്ഞത് മഹത്തായ പ്രകാശം അതെങ്ങനെ കാണുന്ന? വലിയ തമാശ. ഈ ഹദീസുകളൊക്കെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നബി മരിച്ച് 178 കൊല്ലം കഴിഞ്ഞ് ജനിച്ച ആളുടെ പേരാണ് ഇമാം ബുഖാരി. നബി മരിച്ചിട്ട് 178 കൊല്ലം കഴിഞ്ഞ് സമർക്കണ്ടിൽ, റഷ്യയില്, ബുഖാരി എന്ന് പറഞ്ഞ ഈ കാരശ്ശേരി എന്ന് പറഞ്ഞ മാതിരിയാ നാടിന്റെ പേരാ, ബുഖാറ എന്ന നാടിന്റെ പേര്. ബുഖാരിക്കാരന്റെ ഈ ബുഖാറ നാട്ടുകാരനാ ബുഖാരി എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഒരുപാട് പേരുണ്ട്, ഇബ്നു ഇസ്മായിൽ, ഇബ്നു മുഗീറ എന്നൊക്കെ പറഞ്ഞു. അപ്പോ അലി ബിൻ അബീ താലിബ് എങ്ങനെയാണ് ഖലീഫയായത്? ഉസ്മാൻ ബിൻ അഫ്ഫാനെ ജനങ്ങൾ പ്രതിരോധിച്ചു. അദ്ദേഹത്തിന്റെ വീട് ചുറ്റും അടുത്ത് അദ്ദേഹത്തിന് അന്നവും വെള്ളവും കിട്ടാതെയായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അവര് വീട്ടിനകത്ത് കയറി ചെന്ന് അദ്ദേഹത്തെ വെട്ടിക്കൊന്നു. ആ കേസിൽ ഒരു പ്രതിയുടെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഒരു പ്രതിയുടെ പേര് മുഹമ്മദ് ബിൻ അബൂബക്കർ. ആരാത്? അബൂബക്കർ സിദ്ദീഖിന്റെ മകനാ. അലി പോറ്റിയ കുട്ടിയാ മുഹമ്മദ് അബൂബക്കർ. അപ്പോ അന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് അലി ഖലീഫയാവുന്നത്.
കാരണം ഭയങ്കരമായ ആഭ്യന്തര സംഘർഷങ്ങൾ കാരണം ഈ ഖലീഫയെ വെട്ടിക്കൊന്നു. ഇതൊക്കെ 7-ാം നൂറ്റാണ്ടിലെ കാര്യം ഓർത്തിരിക്കുകയാണ്. അലി ഖലീഫയായി. ഖലീഫയാവുമ്പോൾ ഡമാസ്കസിന്റെ ഗവർണറാണ് മുആവിയ. മുആവിയ എന്ന് പറയുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അടുത്ത ബന്ധു. അപ്പം ഗവർണർമാരൊന്നും എന്ത് ചെയ്യണം? അനുസരണ പ്രതിജ്ഞ ചെയ്യണം, ബയ്യത്ത് ചെയ്യണം. ഇയാൾ ബയ്യത്ത് ചെയ്തില്ല. ബയ്യത്ത് ചെയ്യാതിരിക്കാൻ മുആവിയ പറഞ്ഞ കാരണം അലി ഉസ്മാന്റെ കൊലയാളികളോട് സമാധാനം ചോദിച്ചില്ല, അത് നീതി നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞാണ് പിണങ്ങുന്നത്. പിന്നെ 5 കൊല്ലം അവിടെ ഒരു യുദ്ധം. ഇതൊക്കെയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിഫീൻ യുദ്ധത്തിൽ 60,000 പേര് മരിച്ചു. എന്തൊരു വലിയ യുദ്ധം നടന്നു. അപ്പം ബദർ വലിയ യുദ്ധം ആൾക്കാർ വിചാരിക്കും. ബദർ യുദ്ധത്തിൽ ആകെ ഇവരുടെ ഭാഗത്തുണ്ടായിരുന്ന 6 യുദ്ധമാണ്. 11 മണിക്കൂറാണ് ആ യുദ്ധം ബദർ. അതിൽ 14 ആളാണ് മരിച്ചത്. നബിയുടെ ഭാഗത്തുള്ള 14 ആളാണ് മരിച്ചത്, മറ്റേ ഭാഗത്ത് 70 ആളും മരിച്ചു. അത്ര ഒരു ചെറിയ ഇപ്പൊ ഇവിടെ ഒരു 11 മണിക്കൂറുണ്ട്. പക്ഷെ സിഫീൻ യുദ്ധത്തിൽ 60,000 ആൾ. കാരണം നബി മരിക്കുമ്പോൾ മക്കം ഫത്തിന്റെ കാലത്ത് ഏതാണ്ട് അനുയായികൾ 1,00,000 ആയിരുന്നു. അത്ര വലിയ ജനസഞ്ചയം അപ്പൊ കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പ്രശ്നം വരികയാണ്. ആ പ്രശ്നം നേരെ പറഞ്ഞാല് അധികാര തർക്കം മാത്രമാണ്. സുന്നി ഷിയ വഴക്കെന്ന് പറഞ്ഞത് എന്താണ്? മുഹമ്മദിനോട് പിറ്റേന്ന് ആര് ഭരണാധികാരിയാണെന്ന് തർക്കം. നബി മരിച്ചത് തുടങ്ങിയതാണ്. പിന്നെ ഈ പ്രശ്നം തീർക്കണമല്ലോ. ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരു മധ്യസ്ഥം പറയാൻ വെച്ചപ്പോ വലിയ ഇന്നത്തെ രാഷ്ട്രീയക്കാർ തോറ്റുപോകുന്ന തരത്തിലുള്ള തന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. അപ്പോ അംർ ഇബ്നുൽ ആസ് എന്നൊരാള് മുആവിയയുടെ ഭാഗത്തുനിന്ന്, അബൂ മൂസ അശ്അരി എന്നൊരാൾ അലിയുടെ ഭാഗത്തുനിന്ന്. അപ്പൊ അബൂ മൂസ അശ്അരി മഹാപാവാണ്, സാധുവാണ്, നിർബുദ്ധിക്കാരൻ. അദ്ദേഹത്തോട് അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, ഇവർ തമ്മിലാണ് തർക്കം, ഇവർ 2 ആളും വേണ്ട, നമുക്ക് വേറൊരു ഖലീഫ കണ്ടു, എന്നാ പ്രശ്നമല്ലോ. അപ്പൊ അബൂ മൂസയ്ക്ക് അങ്ങനെ തോന്നി, ശരിയാണ്, അങ്ങനെ തീരുമാനിച്ച് സഭ കൂടി. അപ്പം അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, ഞങ്ങൾ വിസാടൊക്കെ സംസാരിച്ചു, എന്നെക്കാൾ പ്രായമുള്ള ആളാണ് അബൂ മൂസ അശ്അരി, അദ്ദേഹം പണ്ഡിതനാണ്, അദ്ദേഹം ന്യായസ്ഥനാണ്, അദ്ദേഹം പറയും, തീരുമാനം പറയും എന്ന് പറഞ്ഞു. അപ്പൊ അബൂ മൂസ അശ്അരി പറഞ്ഞു, ഈ ആഭ്യന്തര തർക്കങ്ങൾ ഇങ്ങനെ ആയപ്പോ ഇനി ഭരണാധികാരത്തെ പറ്റൊന്നും അതല്ല പ്രശ്നം, നമുക്ക് ഭരണാധികാരമല്ല പ്രശ്നം, ആരധികാരിയാണെന്നുള്ള അല്ല പ്രശ്നം, നമുക്ക് ഈ പ്രശ്നം പറഞ്ഞ് തീർത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്റെ കക്ഷി അലി ഇബ്നു അബീ താലിബിന്റെ അവകാശവാദം ഞാൻ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരൊന്നും തീരുമാനിച്ച അങ്ങനെ. അപ്പൊ അംർ ഇബ്നുൽ ആസ് എന്ത് ചെയ്യണം? മുആവിയയുടെ അവകാശവാദം പിൻവലിക്കണം. അംർ ഇബ്നുൽ ആസ് നേരിട്ട് പറഞ്ഞു, സമുദായത്തിന് നേതൃത്വം ഞാൻ പറ്റില്ല, അതുകൊണ്ട് മുആവിയ തുടരട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. വൻ ചതിയാണ് കാണിച്ചത്, ഭയങ്കര രാഷ്ട്രീയം. കാരണം അബൂ മൂസ അശ്അരിക്ക് തിരിയൂല, സാധു മനുഷ്യൻ. അങ്ങനെ പോട്ടെ, ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ ഇതിന് ഈ പ്രശ്നം തീരാതെ വന്നപ്പോ ഇതിന് മധ്യസ്ഥം പറഞ്ഞതിന് ശരിയായില്ല എന്ന് അലിയുടെ അളവ്, ഷിയ എന്ന് പറഞ്ഞാൽ ഷിയത്ത് അലി എന്ന് പറഞ്ഞാൽ അലിയുടെ ആളെന്ന, ഷിയത്ത് മുആവിയ, മുആവിയയുടെ ആള്. ഷിയ എന്നുള്ള അറിയോ? ശരിക്കും ഷിയ എന്നാണ് നമ്മൾ പറഞ്ഞു, ഷിയ. അപ്പൊ അലിയുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടര് ഈ 2 കൂട്ടരും ചെയ്ത് തെറ്റാണ്, അലി ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവരവിടെ ഇറങ്ങി പുറപ്പെട്ടു പോയി. അങ്ങനെ പുറപ്പെട്ടു പോയവരുടെ പേരാണ് ഖവാരിജ്. ഖറജ അറബി പറഞ്ഞാൽ പുറപ്പെട്ടു. ഖവാരിജുകളാണ് മുസ്ലിം ലോകത്തെ ആദ്യത്തെ തീവ്രവാദികളാണ് എന്റെ കണക്ക്. അവർ തീരുമാനിച്ചു അലിയെയും മുആവിയയെയും അംർ ഇബ്നുൽ ആസിനെയും ഒരു ദിവസം രാവിലെ കൊന്നുകളയും. അങ്ങനെയാണ് കൂഫയിലെ പള്ളിയിലേക്ക് സുബഹി നിസ്കാരത്തിന് നേരെ വരുമ്പോ അലി ഇബ്നു അബീ താലിബിനെ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജം എന്ന് പറയുന്ന തീവ്രവാദി വെട്ടിക്കൊല്ലുന്നത്. ആ വെട്ടിക്കൊല്ലുമ്പോ അദ്ദേഹം പറഞ്ഞ വാക്യം എന്താണെന്നറിയോ? അൽ ഹുക്മു ലില്ലാഹ്, അല്ലാഹുവിനാണ് ഭരണം. അങ്ങനെ അവിടെ കേൾക്കുന്ന അല്ലാഹുവാണ് ഭരിക്കുന്നത്. അവിടെ തുടങ്ങിയതാണ്. അലിയെ വെട്ടിക്കൊല്ലുന്ന സമയത്ത് ഇബ്നു മുൽജം ഉച്ചരിച്ച വാക്യത്തിൽ നിന്നാണ് ഈ സിദ്ധാന്തം ഉണ്ടാകുന്നത്, അല്ലാഹുവിനാണ് ഭരണം. വേറെ ഒരാള് മുആവിയയെ വെട്ടി, ഭാഗ്യത്തിന്റെ കൂട്ടിന് മുആവിയ രക്ഷപ്പെട്ടു, അത് വലിയ പരിക്ക് പറ്റി.
അദ്ദേഹത്തിന്റെ മൂത്രപ്പേനാണ് വിട്ടുപറ്റി. അദ്ദേഹം ജീവനോട് ബാക്കിയായി. അന്ന് അമറുല്ലാസി ഒരു പ്രതീക്ഷ സമയത്ത് അങ്ങോട്ട് വന്നില്ല. അദ്ദേഹം വിട്ടുകൊള്ളാതെ രക്ഷിച്ചു. 2 പൊളിയായിട്ട് വീഴാണ് അലി ഇബ്നു അബീ താലിബ്. ഇത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് എന്താണ്? പിന്നെ ആരാ ഉള്ളത്? അലിയുടെ മൂത്ത മകൻ ഹസൻ ഉണ്ട്. അപ്പോ ഹസൻ ഹുസൈൻ രണ്ടാളാ. അദ്ദേഹം ഒരു സാധു മനുഷ്യനായിരുന്നു, മഹാപാവാണ്. അപ്പോ ഈ തർക്കങ്ങളൊക്കെ തീർക്കാം എന്ന് പറഞ്ഞ് ഒരു 5-6 മാസം കൊണ്ട് മുഅവിയ അധികാരം കയ്യിലാക്കി. മാത്രമല്ല വേറൊരു കാര്യം കൂടി ചെയ്തു. ഹസൻ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കല്യാണം കഴിക്കുന്ന ഒരാളാണ്. ഒരു ഘട്ടത്തിൽ മദീനയിലെ പള്ളിയിൽ അലി ജനങ്ങളോട് പറഞ്ഞു, എന്റെ മകൻ പെണ്ണി വെച്ചാൽ നിങ്ങൾ പെണ്ണ് കൊടുക്കരുത്. അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കും, കാരണം റസൂലിന്റെ പേരെ കൊണ്ട് പെണ്ണി വെച്ചാൽ ഞങ്ങൾ കൊടുക്കാതിരിക്കും. ഹസൻ കല്യാണം കഴിച്ച ഒരു പെണ്ണ് മുഅവിയയുടെ കുടുംബക്കാരൻ, അവരുടെ പേര് ജഅദ. അവര് കാപ്പിയിൽ വിഷം കൊടുത്തിട്ടാണ് ഹസനെ കൊന്നത്. അതിലൊരു വ്യാഖ്യാനം ഞാൻ കേട്ടത്, യസീദ് അവിടെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞിരുന്നു. യസീദ് മുഅവിയയുടെ മകൻ, അതുപോട്ടെ. പിന്നെ ഹുസൈനാണ്. ഹുസൈന് ഭരണത്തിലൊന്നും ഒരു മോഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടുന്ന് മദീനയിൽ വന്നു. മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് ധാരാളം കത്ത് വരാണ് കുഫയിൽ. ഈ കത്ത് വന്നിട്ട് അവിടുത്തെ അത്തരം അധാർമികമായ ഭരണം കേട്ടോ, യാതൊരു തരത്തിലുള്ള സത്സന്ധതയും ഇല്ലാത്ത ഒരുത്തന്റെ പേരാ മുഅവിയ. നിങ്ങൾക്ക് റളിയല്ലാഹു ചെല്ലാം, അതിനുള്ള സൗകര്യം ചരിത്രം വായിച്ചു നോക്കിയാൽ അറിയാം. യാതൊരു തരത്തിലുള്ള ധാർമ്മികത ഇല്ലാത്ത ഒരുത്തന്റെ പേരാ യസീദ്. ഞാനൊരു കഥ എന്ന് പറഞ്ഞു, ബാക്കിയൊക്കെ പറഞ്ഞാൽ ഈ കഥ ഓർമ്മ. ദമാസ്കസിൽ അബ്ദുസലാമിന്റെ പേരായിട്ടൊരു ഗവർണർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഉറൈനം അതിസുന്ദരിയായിരുന്നു. മാത്രമല്ല സൗന്ദര്യം മാത്രമല്ല, വളരെ ബുദ്ധിമതിയായിരുന്നു. നമ്മള് ധാരാളം കേൾക്കുന്ന പേരാ ക്ലിയോപാട്ര. ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തെ പറ്റി എല്ലാവരും അറിയും. പക്ഷെ ക്ലിയോപാട്രയെ പറ്റി ഓർത്തിരിക്കേണ്ട കാര്യം, അവള് മഹാബുദ്ധിമതിയായിരുന്നു. 9 ഭാഷ സംസാരിക്കാൻ കഴിയായിരുന്നു ക്ലിയോപാട്രയ്ക്ക്. 9 ഭാഷ. അവള് ശരിക്കും ഗ്രീസുകാരിയാണ്. ഈജിപ്തിലെ അവരുടെ ഭാഷ, അവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു. മാത്തമാറ്റിക്സിലൊക്കെ വലിയ പണ്ഡിതയായിരുന്നു ക്ലിയോപാട്ര. അതിസുന്ദരിയാണ്. സൗന്ദര്യം കൊണ്ട് വല്ലവരെയല്ല, ജൂലിയസ് സീസറെയും മാർക്കാനൊക്കെ വീഴ്ത്തിയ ഒരു പെണ്ണെ പറ്റി ഞാൻ പറഞ്ഞു. അതുപോലെ ഉറൈനം സുന്ദരി മാത്രമല്ല, വലിയ ബുദ്ധിമതിയായി. അവളെ പറ്റി കേട്ടപ്പോ യസീദിന് വലിയ താല്പര്യം. എന്താ താല്പര്യം? ബേറൂത്തിന്റെ ഭാര്യയെ പറ്റി താല്പര്യം പറഞ്ഞു. മനസ്സിലായി? അത് ചെന്ന് പറയുന്ന അവിടെ നിന്നാണ് സ്വന്തം ബാപ്പയോടും മുഅവിയയോടും. അത് നിവൃത്തിയാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മുഅവിയ ഒരു ചെറിയ കഥ പുറത്തേക്ക് വിട്ടു. ഗവർണർ അബ്ദുസലാമിനെ കൊണ്ട് തന്റെ മകളെ കെട്ടിക്കാൻ ഖലീഫയ്ക്ക് താല്പര്യമുണ്ട്. അബ്ദുസലാം സാധു മനുഷ്യൻ വിറച്ചുപോയി. കാരണം ഖലീഫ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താൻ മുടക്കുന്നത് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോ കാര്യങ്ങൾ മുൻകൂടി വന്നപ്പോ മുഅവിയയുടെ മകള് പറഞ്ഞു, വേറെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. അബ്ദുസലാം ഉറൈനവനെ മൊഴി ചൊല്ലി, ഈ സുന്ദരി, ഈ ബുദ്ധിമതി. അവിടെ നബിയുടെ സഹാബിയായിട്ട് അബൂദർദാ എന്ന പേരായിട്ടൊരു വൃദ്ധനുണ്ട്. അദ്ദേഹത്തെ പറഞ്ഞയച്ചു ഇതിന് കല്യാണം ആരംഭിക്കാൻ. ആ പോണ വഴിയിലാണ് ഹുസൈന്റെ വീട്. അപ്പൊ അബൂദർദാ അവിടെ കയറി. അപ്പൊ നിങ്ങൾ എങ്ങനെ പോകുന്നു? ഞാനിങ്ങനെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഉറൈനബ് അവരുടെ സൗന്ദര്യം വളരെ പ്രസിദ്ധമാണ്. അപ്പൊ ഉറൈനബിനെ കാണാൻ വേണ്ടി പോവാണ്. യസീദിന് കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഹുസൈൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ എനിക്കും അവിടെ കല്യാണം കഴിക്കാൻ താല്പര്യം പറഞ്ഞേക്കുന്നു. അപ്പൊ അബൂദർദാ സാധു സത്യസന്ധൻ അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ എന്നെ ആവശ്യം വന്നാണ്. അതിന്റെ ഇടയ്ക്ക് വന്നപ്പോ ഇങ്ങനെ ഹുസൈനെ കണ്ടിരുന്നു. ഹുസൈൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോ ഉറൈനബിനാകെ പ്രശ്നമായി. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഇത്രയും പണ്ഡിതനല്ലേ, റസൂലിന്റെ അടുത്ത് അടുത്ത് പെരുമാറിയ ഒരാളല്ലേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ അദ്ദേഹം ഒന്നും മടിച്ചിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു, ആദരവായ റസൂല് ചുംബിച്ച മുഖത്ത് നീയോ ആഗ്രഹിച്ചോന്ന്. അങ്ങനെ ഹുസൈനെ കേട്ടു.
ഇത് പുറത്തറിഞ്ഞപ്പോ ആദ്യം നഷ്ടപ്പെട്ടത് അബ്ദുസലാമിന് അദ്ദേഹത്തിന്റെ ഗവർണർ ഉദ്യോഗമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഭാര്യയും പോയി, ഗവർണർ ഉദ്യോഗം പോയി, നാട്ടിലൊക്കെ പരിഹാസപാത്രമായി. എന്നിട്ട് വളരെ നാടകീയമായ രംഗം ഉണ്ടാവുകയാണ്. അബ്ദുസലാം ദരിദ്രനായി. അപ്പോ മൊഴി എഴുതുന്നതിന് മുമ്പ് ഒരു മൺകുടത്തിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹം ഭാര്യയ്ക്ക് സമ്മാനം കൊടുത്തിരുന്നു. അപ്പൊ യാതൊരു നിവൃത്തിയില്ലാതെ, ലജ്ജാലേശമില്ലാതെ അദ്ദേഹം ഹുസൈന്റെ വീട്ടിൽ ചെല്ലുകയാണ്. എന്തിന്? തന്റെ മുൻ ഭാര്യ അത് മടക്കി തരുമെന്ന് ചോദിക്കാൻ വേണ്ടി. അങ്ങനെ അപ്പൊ ഇസ്ലാം വളരെ പ്രസിദ്ധനായിരുന്ന ഒരാളാണ്. അദ്ദേഹം മെലിഞ്ഞു ഉണങ്ങി ദരിദ്രനായി ഹുസൈൻ ചോദിച്ചു എന്താ വന്നേ? അപ്പൊ അദ്ദേഹം കാര്യം പറഞ്ഞു. അപ്പം ഭാര്യയെ വിളിച്ചു, ഹുസൈൻ ഉറൈനവിനെ വിളിച്ചു. ഉറൈനവിന് ഈ രൂപം കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞ, തന്റെ മുൻ ഭർത്താവിന്റെ ഈ ദയനീയ രൂപം കണ്ടിട്ട് അവളെ കണ്ടപ്പോ അബ്ദുസലാമും കരഞ്ഞു. അപ്പൊ ഹുസൈന് കാര്യം മനസ്സിലായി. ഹുസൈൻ ചെയ്തത് മൊഴി ചൊല്ലിയിട്ട് തന്റെ ഭാര്യ ഉറൈനവിനെ അബ്ദുസലാമിനെ കല്യാണം വെച്ചു. ഈ തരത്തിൽ അനേകം കഥകൾ, ഇതൊക്കെ ഇപ്പൊ ഇവിടെ എവിടെ അറബി മലയാള സാഹിത്യത്തിൽ കിട്ടിയ കഥകളൊക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം, യാതൊരു നീതിയും നെറിയും ഇല്ലാതെ ആർഭാടത്തിൽ പോകും. വഴവിയുടെ നീതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വഴവിയുടെ കൊട്ടാരത്തിൽ നിന്നിട്ട് ഒരു കക്ഷി അദ്ദേഹത്തെ കഠിനമായി വിമർശിച്ചു. എല്ലാവരും അമ്പലം വഴവിയെ വിടാതെ ഇരിക്കുക. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ശരി നമുക്കതൊക്കെ ആലോചിക്കാം, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞു. അദ്ദേഹത്തിന് അന്നപാനീയങ്ങളൊക്കെ കൊടുത്തു, വലിയ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. വളരെ സന്തോഷമായി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ വഴവിയെ പറഞ്ഞു, ഒരു യുദ്ധത്തെക്കാൾ എത്രയോ ലാഭമാണ് കൈക്കൂലി എന്ന്. തീരുമാനം ഇതാണ് വഴവിയുടെ ഭരണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അബൂദർ ഗിഫാരി നിരന്തരം അതിന്റെ വിമർശകനായിരുന്നു. അദ്ദേഹം ആരും കാണാനും കേൾക്കാനും ഇല്ലാതെ ഒരു മരുഭൂമിയുടെ ഉള്ളിലുള്ള റഥബ എന്ന് പേര് ഒരു ഗ്രാമത്തിനടുത്ത് മരിച്ചു പോകണം. അബൂദർ ഇറാനിലെ ലോസഫർ അലി ശരീഅത്തി അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം അബൂദറിനെ പറ്റി കേൾക്കൂല. കാരണം അബൂദറിന് എപ്പോഴും, കാരണം അബൂദറിന്റെ ഒരു വാക്യം ഞാൻ പറയാം. അദ്ദേഹത്തെ പറ്റി മാർസിസ്റ്റുകാർ പറയുന്ന ഒരു കാര്യം, 7-ാം നൂറ്റാണ്ടിലെ കമ്മ്യൂണിസ്റ്റ്. കാരണം സ്വകാര്യ സ്വത്തിനെതിരായിരുന്നു. സ്വകാര്യ സ്വത്തിനെതിരായിരുന്നു അബൂദർ. പൊന്നും വെള്ളിയും രത്നങ്ങളും കുമിഞ്ഞു കൂടുന്നത് അനിസ്ലാമികമാണ്, അത് ശൈത്താനിയത്താണ് എന്ന് പറഞ്ഞപ്പോ വഴവി എന്ന് പറഞ്ഞ മറുപടി അത് യഹൂദന്മാരോടും ക്രിസ്ത്യാനോടും പറഞ്ഞാണ്, നമുക്ക് ബാധകമല്ല. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് വലിയ മാസ്റ്ററാണ് വഴവിയ. ഞാൻ വേറൊരു അതുകൊണ്ട് പറഞ്ഞ് ഞാൻ എന്റെ പഴയ വിഷയത്തിലേക്ക് വരാം. അമ്മാർ ബിൻ യാസിർ അദ്ദേഹത്തെ പറ്റി ഒരു പ്രവചനമുണ്ട്. ഒരു കൂട്ടം തമ്മാടികളാൽ അമ്മാർ ബിൻ യാസിർ കൊല്ലപ്പെട്ടു. അപ്പോ യുദ്ധത്തിന് വന്നപ്പോ വഴവിയുടെ കക്ഷിക്കാർക്ക് തോന്നി മുമ്പിലുള്ളത് ഒട്ടകപ്പുറത്തേക്കുന്ന അമ്മാറാണോ? അപ്പൊ വിളിച്ചു വെച്ചു, അമ്മാർ ബിൻ യാസിറാണോ അവിടെ ഉള്ളത്? അതെ. ഓ, നിങ്ങളോട് ഞങ്ങൾക്ക് യുദ്ധമല്ല. എന്ന കാര്യം, ഒരു കൂട്ടം തമ്മാടികളുടെ കൈകളാൽ അമ്മാർ ബിൻ യാസിർ കൊല്ലപ്പെടും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അമ്മാർ യാസിറിനോട് ശരി, നമുക്ക് യുദ്ധം ചെയ്യാം. അപ്പൊ ഇവര് മടങ്ങാൻ അദ്ദേഹം സംഭവിച്ചില്ല. കാരണം യുദ്ധം. അവസാനം അമ്മാറിനെ ഇവർ കൊന്നു കഴിഞ്ഞ് വളരെ വിഷണ്ണനായിട്ട് ഈ ആളുകൾ കൊട്ടാരത്തിൽ കൂടാരത്തിൽ വന്നപ്പോ മറുപടി വെച്ച്, എന്താ എല്ലാവർക്കും ഒരു വിഷമം? ഒന്നുമില്ല, ഞങ്ങളുടെ കൈകൊണ്ട് അമ്മാറ് കൊല്ലപ്പെട്ടു പോയി. അതിനെന്താ? അല്ല അമ്മാറിനെ കൊല്ലുന്നത് ഗമ്മാടികളാകാൻ റസൂൽ അങ്ങനെ പറഞ്ഞു. അപ്പൊ മൊഴി വെച്ചു, ആരാണ് അമ്മാറിനെ കൊന്നത്? ഞങ്ങളാണ്. നിങ്ങളല്ല, എമ്മാറിനെ യുദ്ധത്തിന് ഇറക്കിയ ആരാണ്? അലിയാണ് നമ്മാടി. ഇവിടെ വ്യാഖ്യാനം കേട്ടില്ല, നമ്മുടെ രാഷ്ട്രീയ കറക്റ്റാ. വഴി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് കൈ കൊടുക്കും. അപ്പോ ഈ തരത്തിലുള്ള അധാർമികമായ ആർഭാട നിബിഡമായ യാതൊരു തരത്തിലുള്ള നീതിയുമില്ലാത്ത ഭരണമാണ്. ആ ഭരണത്തെ പ്രതിരോധിക്കാൻ ഹുസൈൻ മരണം എന്ന് പറഞ്ഞാണ് കൂഫക്കാർ കത്തയച്ചത്. അവരെ കത്തിലൊരു വാക്യം എഴുതി, ഈ അധർമ്മത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾ വന്നില്ലെങ്കിൽ, അതിന് ചോദ്യം നിങ്ങൾ വന്നില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മൈസറ സഭയിൽ
നിങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ സാക്ഷി കൊടുക്കേണ്ട സ്ഥിതി വരും എന്ന് പറഞ്ഞു. അപ്പോ ഭരണം പിടിക്കാൻ പോയതല്ല ഹുസൈൻ പോയത് ആ ഭരണത്തിന്റെ അധാർമികത ചോദ്യം ചെയ്യാൻ. ആ ചോദ്യമൊന്നും യസീദിന് ഇഷ്ടാവില്ല, അതൊരുപാട് പറയാനുണ്ട്. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെടുന്നു. അപ്പൊ ഗാന്ധിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ തരത്തിൽ പരാജയമാണ്, മരണമാണ്, പരിക്കാണ്, കൊലയാണ് എന്നറിഞ്ഞുകൊണ്ടും തന്റെ ധർമ്മനിഷ്ഠയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, അന്യായത്തിനെതിരായിട്ട്, അക്രമത്തിനെതിരായിട്ട് ഒരു രാജാവിന്റെ മുമ്പിൽ, ഒരു ഗവർണറുടെ മുമ്പിൽ തന്റെ ദേഹം ഉയർത്തി നിർത്താൻ, തന്റെ കുടുംബാംഗങ്ങളുടെ ദേഹം നിർത്താൻ ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നീതിക്ക് വേണ്ടി നിന്ന ഒരുത്തരാണ് ഹുസൈൻ എന്നുള്ളതാണ്. അപ്പോ ഹസനെ പറ്റി, ഹുസൈനെ പറ്റി അദ്ദേഹം പറയുമ്പോൾ, പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാനിപ്പോ ഇവിടെ ആളുകളിൽ സംശയമുള്ള ഞാൻ ഒന്നിട്ട് കാര്യങ്ങൾ പറയാം. ഈ മഹാത്മാഗാന്ധിയുടെ സമ്പൂർണ്ണ കൃതികൾ, കംപ്ലീറ്റ് വർക്സ് ഓഫ് മഹാത്മാഗാന്ധി, അതിന്റെ 7ാമത്തെ വോളിയത്തിൽ അദ്ദേഹത്തിന്റെ 89 നമ്പർ കത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. 7ാമത്തെ വാള്യത്തിൽ 48 നമ്പർ കത്തിൽ കാര്യം പറയുന്നുണ്ട്. 13ാം വാള്യത്തിൽ 395 നമ്പർ കത്തിൽ കാര്യം പറയുന്നുണ്ട്. പിന്നെ 19ാമത്തെ വാള്യത്തിൽ 36ാമത്തെ കത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി, സ്വാഗതപ്രസംഗം പറഞ്ഞ മാതിരി വോളിയം 20 അദ്ദേഹം ഇവർക്ക് ക്ഷത്രിയരാണ് എന്ന് പറയുന്നു. ക്ഷത്രിയന്റെ ധർമ്മം അധർമ്മത്തിനെതിരെ എഴുതി നിൽക്കുക, യാതൊരു കാരണവശാലും പിന്തിരിയാതെ പോരാടുക, ആ ഗുണം, ആ ക്ഷത്രിയന്റെ ഗുണം ഹുസൈനുണ്ട് എന്ന് പറയുന്നു. പിന്നെ 44ാമത്തെ വോളിയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രഹ്ലാദൻ, ശ്രീരാമൻ, ഹരിശ്ചന്ദ്രൻ ഇവരുടെ ത്യാഗമാണ് ഹുസൈൻ എന്നെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഹ്ലാദൻ സ്വന്തം അച്ഛൻ ഹിരണ്യകശിപു ദൈവമാണ് എന്ന് വാദിക്കുമാരെതിരായിട്ട് നിൽക്കുന്ന ഒരുത്തനാണ്. ശ്രീരാമൻ രാജ്യം ഉപേക്ഷിച്ചു പോകുന്ന ഒരുത്തനാണ്, അച്ഛന്റെ സത്യം പാലിക്കാൻ വേണ്ടി. പിന്നെ ഹരിശ്ചന്ദ്രൻ സത്യം പാലിക്കാൻ വേണ്ടി അനേകം ത്യാഗങ്ങൾ ഏറ്റുവാങ്ങി, എല്ലാം നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു. ആ തരത്തിലുള്ള ഒരു ത്യാഗിയായിട്ടാണ്, ഒരു പാസീവ് റെസിസ്റ്റൻസ്, നിരായുധമായ പ്രതിരോധം, അതിന്റെ പ്രതിരൂപമായിട്ടാണ് ഹുസൈനെ ഗാന്ധി കാണുന്നത്. അതുകൊണ്ട് യുദ്ധത്തെ ഗാന്ധി അനുകൂലിച്ചു എന്ന് ദയവായി തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം പറയുന്നത് ഒരു മൂല്യത്തിന് വേണ്ടി, തന്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ധാർമ്മികതയ്ക്ക് വേണ്ടി ഭരണാധികാരിക്കെതിരായിട്ട് ഉറച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിന് നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടിട്ട് അധർമ്മത്തെ ചോദ്യം ചെയ്യണം എന്നാണ് ഗാന്ധി പറഞ്ഞത്. ഞാൻ ആവർത്തിക്കുന്നു, ഗാന്ധിയുടെ സമ്പൂർണ്ണ സമാഹാരത്തിൽ 6 സ്ഥലത്താണ് ഞാൻ ഈ തരത്തിലുള്ള ഹുസൈനെ പറ്റിയുള്ള കാര്യങ്ങൾ കണ്ടത്. അത് യുദ്ധവിരുദ്ധമായ ഒരു നിലപാടാണ് ഗാന്ധി എടുത്തത് എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്നതിനും നന്ദി. ഇനി നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.